വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങായി നെടുമങ്ങാട് നഗരസഭയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ കൈമാറി. മന്ത്രി GR അനിലിന് നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ തുക കൈമാറി. ആലപ്പുഴ ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വായനാ പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചു. വായനാശീലം കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ആല പഞ്ചായത്ത് പ്രസിഡന്റ് KR മുരളീധരൻ പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ബുധനൂർ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊതുക് നശീകരണത്തിന് ഗപ്പി മത്സ്യങ്ങളെ വിതരണം ചെയ്തു. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു ഉദ്ഘാടനം നിർവഹിച്ചു. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കുൻഗുനിയ തുടങ്ങി ജലജന്യ രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത്. പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് KK എബ്രഹാമിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ഉദര സംബന്ധമായ അസുഖം കണക്കിലെടുത്താണ് ഇടക്കാല ജാമ്യം. KPCC മുൻ ജനറൽ സെക്രട്ടറിയായ KK എബ്രഹാം കേസിൽ 2023 നവംബർ മുതൽ ജയിലിൽ കഴിയുകയായിരുന്നു. മലപ്പുറം മാന്തടത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. കുറ്റിപ്പുറം സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ ഷംസുദ്ദീൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് താങ്ങായി തൃശൂർ അരിമ്പൂരിലെ ക്ഷീരോത്പാദക സംഘം. കർഷകരിൽ നിന്നും ശേഖരിച്ച 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തൃശൂരിൽ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷം മാറ്റിവെച്ച് ഐക്യദാർഢ്യം. ഈ മാസം നടത്താനിരുന്ന മെഗാ ഇവന്റ് മാറ്റിവെക്കുകയും പരിപാടിക്ക് ആവശ്യമായ തുക ദുരിതബാധിതർക്ക് നൽകാനും യോഗം തീരുമാനിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് തൃശൂർ മാപ്രാണം ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ കൈമാറി. JBV ഫുട്ബോൾ അക്കാദമിയും സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ മാപ്രാണം PTA മെമ്പേഴ്സും ചേർന്ന് ശേഖരിച്ച സാധനങ്ങളാണ് കളക്ഷൻ സെന്ററിലേക്ക് കൈമാറിയത്. വയനാട്ടിലെ കൂടപ്പിറപ്പുകൾക്ക് സഹായഹസ്തവുമായി പടന്നയും. ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച തുക പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലമിന് കൈമാറി. ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ പങ്കെടുത്തു. എറണാകുളം വടക്കേക്കരയിൽ മലമ്പാമ്പിനെ പിടികൂടി. മൂത്തകുന്നം കോച്ചേരി ശ്യാമളന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വലയിൽ കുടുങ്ങിയ പാമ്പിനെ റെസ്ക്യൂ ടീമെത്തി പിടികൂടി വനപാലകർക്ക് കൈമാറി. 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. തൃശൂർ അന്നമനട മാള റൂട്ടിലോടുന്ന ബസ് അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് പരിക്ക്. മാള സ്വദേശികളായ ബുർഷിദ, സൈനോം, അബൂബക്കർ, അസിറോൺ, സിത്താര രാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ മാന്നാർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി പാനലിന് കീഴിൽ മത്സരിച്ച എല്ലാവർക്കും വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വിജയികളെ മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ PD ശശിധരൻ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. തൃശൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. തൃശൂർ പാലപ്പിള്ളി കാരിക്കുളം പാലത്തിനടിയിൽ കുടുങ്ങിയ വൻ മരങ്ങൾ നീക്കം ചെയ്തു. കുറുമാലിപ്പുഴയുടെ നീരൊഴുക്കിന് തടസ്സമാകുന്ന മരങ്ങളാണ് നീക്കം ചെയ്തത്. ആലപ്പുഴയിലെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ കല്ലേലി രാഘവൻ പിള്ളയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. കവിയത്രി ഗൗരി ലക്ഷ്മിബായി പുസ്തകം പ്രകാശനം നിർവഹിച്ചു. G മണി പുസ്തകം പരിചയപ്പെടുത്തി. തൃശൂരിൽ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി. ട്രസ്റ്റ് ചെയർമാൻ സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. കോവിലകത്തുപാടം നഗറിലെ മുഴുവൻ കുടുംബങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. കോഴിക്കോട് റൂട്ടിൽ ബസ് മിന്നൽ പണിമുടക്ക്. ബസ് തൊഴിലാളികളെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. അതേസമയം ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് സർവീസ് നടത്തിയ KSRTCക്കു നേരെയും ആക്രമണം. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വീടിന് ചുമരിടിഞ്ഞു വീണ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി. ശനിയാഴ്ചയാണ് ചുവരിടിഞ്ഞു വീണ കുട്ടികൾ മരണപ്പെട്ടത്. ആലപ്പുഴ മാന്നാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സജു തോമസ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെയോടെയാണ് സത്യപ്രതിജ്ഞ നടന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
കോട്ടയം വേലികാവിൽ നവീകരിച്ച കുളപ്പുറപ്പാറ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടനം MLA മാണി സി കാപ്പൻ നിർവഹിച്ചു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ റേഷൻ കടക്ക് സമീപത്തെ അപകടക്കുഴി താൽക്കാലികമായി അടച്ചു. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുഴി അടച്ചത്. ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയാണ് ഗർത്തം രൂപപ്പെട്ടത്.